സങ്കീർത്തനങ്ങൾ 19:1. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. The heavens declare the glory of God. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശത്തെ കണ്ടാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആകാശം എടുത്തു കാണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരവിരുതിനെ പ്രസിദ്ധമാക്കുന്നു ആകാശവിധാനങ്ങൾ. ഏലിയാവിൻ്റെ പിറകെ എലീശ ഓടിയപ്പോൾ ഇരട്ടി പങ്ക് കിട്ടി. പക്ഷെ പുതിയ നിയമത്തിൽ ഓടണ്ട. പുതിയ നിയമത്തിൽ നിൻ്റെ അകത്തുണ്ട്. പഴയ നിയമത്തിൽ ഓടണം, പുതിയ നിയമത്തിൽ ഓടണ്ട. പുതിയ നിയമത്തിൽ എല്ലാം നിൻ്റെ അകത്തുണ്ട്. യെസ്, അത് ഓടുമ്പോഴല്ല ലഭിക്കുന്നത്, അറിവിനാലാണത് ലഭിക്കുന്നത്. ഓടുമ്പോഴല്ല ലഭിക്കുന്നത്, അറിയുമ്പോഴാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ പോലെ നീ ഒരുത്തൻ്റെ പിറകെ ഓടേണ്ട ഗതികേട് നിനക്ക് വരത്തില്ല. അകത്ത് എന്തുണ്ടെന്നുള്ളത് തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഗൾഫിൽ എണ്ണ കണ്ടുപിടിച്ചു. സൗദി അറേബ്യയിലും ഇറാഖിലും ഒക്കെ എണ്ണ കണ്ടുപിടിച്ചപ്പോൾ എണ്ണ അവർക്ക് എടുക്കാൻ അറിയത്തില്ല, എണ്ണ ഉണ്ടെന്ന് മനസ്സിലായി. അതിനാണ് അമേരിക്ക ഇടപെട്ടത്. അമേരിക്കയുടെ സഹായം കൊണ്ടാണ് അറബി നാട്ടിൽ എണ്ണ പുറത്തു വന്നത്. എന്നപോലെ നിങ്ങളിലുള്ളത് എന്നിലുള്ളത് എന്തെന്ന് തിരിച്ചറിയാൻ ഇതുപോലെ ഒരു വ്യക്തിയുടെ ആവശ്യം വന്നതുപോലെ നിങ്ങളകത്തുള്ളത് തെളിയിക്കാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. യെസ് യെസ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ രജിസ്ട്രേഷനിൽ ഒരിക്കലും അത് വെറുതെ അല്ല. നിങ്ങളുടെ അകത്തുള്ളത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആ ലെവല് മാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യെസ്. ഓക്കെ. എഫേസ്യർ 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. For we are his workmanship, created in Christ Jesus unto good works. ഏറ്റവും നല്ല പ്രവൃത്തിക്ക്, ക്രിസ്തുയേശുവിൽ നല്ല പ്രവൃത്തിക്ക് അവൻ്റെ കൈപ്പണിയായി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു. യെസ്, അതും പ്രവർത്തിച്ചതും ഇതും പ്രവർത്തിച്ചതും ഒരേ ദൈവമാണ്. അതിൻ്റെ അർത്ഥം, ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, ഇപ്പം നിങ്ങളെയും ദൈവത്തെയും കണ്ടാൽ കൺഫ്യൂഷൻ ആകുന്ന ഒരു ലെവലിലേക്ക് ഒരു വളർച്ചയുണ്ട്. ഇതിൽ ആരാണ് ദൈവം ആരാണ് നിങ്ങളെന്ന് അറിയാതെ ആ ഒരു ലെവലൊരു വളർച്ചയുണ്ടെന്ന് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രകൃതം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം ഇതെല്ലാം നമ്മിൽ വെളിപ്പെടുമ്പോൾ ആമേൻ കാണുന്നവന് കൺഫ്യൂഷൻ വരുന്നൊരു സമയം വരുന്നെന്ന്. അത് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്നത് നമ്മളെ ആരാധിപ്പിക്കാനോ ഇല്ലെങ്കിൽ നമ്മളെ കയ്യടിപ്പിക്കാനൊന്നുമല്ല, യേശുവിനെ പോലെ ആക്കുവാനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി ദൈവത്തെ പോലെ നമ്മളെ ആക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3.5 വർഷം കൊണ്ട് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തീർന്നുപോയി. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എവിടെ എത്തിയിട്ടില്ല. കാരണം രക്ഷിക്കുക എന്നുള്ളത് എളുപ്പമാണ്, രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് പണി. അത് രക്ഷിക്കപ്പെട്ടവരെ രൂപാന്തരപ്പെടുത്താണ് ഏറ്റവും പ്രയാസം. രക്ഷിക്കപ്പെടാത്ത മുക്കുവന്മാർ അനേകരുടെ ജീവനെ രക്ഷിക്കാൻ അവരോടി. പക്ഷെ രക്ഷിക്കപ്പെട്ട നമ്മളൊന്ന് മടിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആരില്ല ദൈവം ഉള്ളതെന്ന്? ക്രിസ്തു നമ്മിലാണ്. ഹല്ലേലൂയ. അവരിലല്ല. അപ്പം നമ്മിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. കാരണം നമ്മെ കാണുമ്പോൾ ദൈവത്തെ കാണുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, പിതാവിനെ കാണാൻ പ്രയാസമൊന്നുമില്ല, എന്നെ കണ്ടാൽ പിതാവിനെ കണ്ടു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പം ഇന്ന് ദൈവത്തിനൊരു വലിയ പദ്ധതി നമ്മളെക്കുറിച്ചുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ജീവിക്കുകയാണെന്ന്. നമ്മിൽ എന്തൊക്കെ ഉണ്ട്? നിങ്ങളൊരു ആത്മാവാണ്, നിങ്ങൾക്കൊരു ശരീരത്തിൽ നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾക്കൊരു ദേഹീമണ്ഡലമുണ്ട്, നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ ചിന്തകൾ,
നിങ്ങളുടെ ഇച്ഛാശക്തികളെല്ലാം ഇമോഷൻ്റെ പാർട്ടാണ്. പക്ഷേ നിങ്ങളെ പ്രധാനപ്പെട്ടതൊന്ന് നിങ്ങൾ ആത്മാവാണ്. ആത്മാവിന് മരണമില്ല, ആത്മാവിന് സമയമില്ല. ഇതെല്ലാം പഠിപ്പിച്ചു. ആത്മാവിന് മരണമില്ല, ആത്മാവിന് സമയമില്ല. കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗം എന്തായിരുന്നു? അധികം സമയം നിന്റെ മുന്നിലില്ല. ലഭിക്കപ്പെട്ട സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുക. എന്താണ് ഉപയോഗിക്കേണ്ടത്? കാരണം പർപ്പസ് ഇല്ലാത്തവന് സമയം കിട്ടിയിട്ട് ഗുണമില്ല. അതുകൊണ്ട് ഇതുവരെ വേസ്റ്റാക്കിയതുപോലെ ഇനി ടൈം വേസ്റ്റാക്കാൻ പറ്റത്തില്ല. ഇനി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. വേസ്റ്റിംഗ് അല്ല, ഇൻവെസ്റ്റിംഗ്. അതാണ് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങളിൽ എന്തൊക്കെ ഉണ്ട്? നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ ആത്മാവേ പവർഫുള്ളാണ്. അതിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് കൂടെ ആകുമ്പോൾ ഇത് ഡബിൾ സ്ട്രോങ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ, ഏറ്റവും വലിയവൻ. അതുകൊണ്ടാണ് നിങ്ങൾ മോർ ദാൻ കോങ്കറർ, എല്ലാറ്റിലും ജയം പ്രാപിക്കുന്നത്. ഇത് ഈ ഒരു വെളിപ്പാട് കിട്ടിയൊരു വളരെ ചുരുക്കമേ ഉള്ളൂ ബൈബിളിൽ. അതിലത്തെ ഒരാളാണ് പൗലോസ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് ക്രിസ്തു യേശുവിൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ആദ്യം അറിയേണ്ടത് നിങ്ങളിൽ ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നവരെ യേശു കർത്താവിനെ യേശുവാ യേശുവാ യേശു യേശു എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ ആത്മശക്തി കയറിയപ്പോൾ യേശു കർത്താവിൻ്റെ പേര് യേശു ക്രിസ്തുവായി. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ക്രിസ്തു കൂടെ ചേർക്കണം. കാരണം തല ക്രിസ്തുവും ശരീരം സഭയാണെങ്കിൽ ക്രിസ്തു ഇല്ലാതെ നമ്മൾ പൂർണ്ണമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പേരോട് കൂടെ ക്രിസ്തു എന്ന് കേൾക്കാൻ, ക്രിസ്തു നിങ്ങളകത്തിരിക്കുക. ഒന്ന്, ക്രിസ്തു നിങ്ങളകത്തുണ്ട്. രണ്ട്, നിങ്ങൾ ദൈവത്തിൽ നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി ചെല്ലുവാൻ കഴിയുന്നത്. മൂന്നാമത്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിങ്ങളെ സൃഷ്ടിച്ചു. സകലത്തിൻ്റെ മേൽ വാഴുവാനുള്ള അധികാരം നിങ്ങളിലുണ്ട്. അനുസരണക്കേട് കൊണ്ട് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുവാൻ ഒടുക്കത്തെ ആദാമായ യേശു കർത്താവ് വന്നതുകൊണ്ട് യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിലുണ്ട്. എഫേസ്യർ 3:20-21 നിങ്ങൾ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ ദയയും കൃപയും നിങ്ങളിലുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരുവാനാണ്. ആ ജീവൻ നിങ്ങളകത്തുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചം നിങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ എപ്പിഗ്നോസിസ്, പൂർണ്ണ ജ്ഞാനം നിങ്ങളിലുണ്ട്. എല്ലാം ചെയ്യാൻ കഴിയുന്ന ശക്തി നിങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ജീവിക്കുന്നത് ഹല്ലേലൂയ. ക്രിസ്തുവിന് എന്തെങ്കിലും അസാധ്യങ്ങളുണ്ടോ? അപ്പോൾ ഇനി ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ പിന്നെ നമുക്കെവിടെ അസാധ്യങ്ങൾ വരുന്നത്? ഓക്കെ. അപ്പം നിങ്ങളിൽ ഇനി എന്ത് വേണം, എന്തെല്ലാം വേണോ അതൊക്കെ നിങ്ങളിലുണ്ട്. അടുത്തേക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, എന്തെല്ലാം വേണോ അതെല്ലാം എന്നിലുണ്ട്. നമ്മൾ ഇതിൻ്റെ പിറകിലല്ല. ഒരിക്കൽ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ വന്നതുകൊണ്ടോ, കമ്പനി വാങ്ങിയതുകൊണ്ടോ, ഒരു ഷോപ്പിംഗ് മാൾ വാങ്ങിയതുകൊണ്ടോ, കുഞ്ഞിന് മെഡിക്കൽ സീറ്റ് കിട്ടിയതുകൊണ്ടോ, MD സീറ്റ് കിട്ടിയതുകൊണ്ടോ, ഇല്ലെങ്കിൽ ഡോക്ടറായതുകൊണ്ടോ, ഇല്ലെങ്കിൽ വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതുകൊണ്ടോ, തലമുറയെ കിട്ടിയതുകൊണ്ടോ, ഇല്ലെങ്കിൽ ബിസിനസ് ഇമ്പ്രൂവ് ആയതുകൊണ്ടോ, നല്ലൊരു കമ്പനി ജോലി കിട്ടിയതുകൊണ്ടോ, കുറേ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി വെള്ളം കയറാത്ത സ്ഥലമായി, അതൊന്നും അല്ല സക്സസ്. ആര് പറഞ്ഞു സക്സസ്? യേശു കർത്താവ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞു ഞാൻ പറയാം. ലൂക്കോസ് 12:15. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങളുടെ ആഗ്രഹം കൂടിയാൽ അതിൻ്റെ പേര് അത്യാഗ്രഹമായി മാറും. ഓക്കെ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും. ഇവിടെ ദ്രവ്യാഗ്രഹം, കവച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം എന്ന് മാത്രമല്ല, ഏതിനെക്കുറിച്ചുള്ള ഓവർ ഡിസയറും ദ്രവ്യാഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല, അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വേണ്ട, ഒരുത്തനൊരു പൊസിഷനോ ഒരു
പോസ്റ്റോ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒരു ജോലിയോ ഒരു വലിയൊരു പദവിയോ ലഭിച്ചതുകൊണ്ട് അതൊന്നുമല്ല അവൻ്റെ ജീവൻ്റെ ആധാരം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, ഓ ജീസസ്, 15-ാം അധ്യായം 40 മുതലങ്ങ് വായിച്ചേ. ജീവൻ്റെ ആധാരം പണത്തിലും ബിസിനസ്സിലും ജോലിയിലും അല്ല. യേശു കർത്താവ് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് വരികയാണ്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ വേറെ. സൂര്യന്റെ തേജസ് വേറെ. അയ്യോ, ആകാശമണ്ഡലം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നോക്കണം, കാരണം തേജസ് സൂര്യനുണ്ട്. നമ്മൾ എന്ത് വിചാരിച്ച്? സൂര്യന് തേജസ് ഉണ്ടെന്ന് മാത്രമല്ല, സൂര്യൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ്. നേരത്തെ ആരും ഇവിടെ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് തേജസ് ഉണ്ട്. ഓക്കെ, വലിയ ഇഷ്ടമായി. പക്ഷെ സൂര്യനും അഹങ്കരിക്കാം, തനിക്കുണ്ട് തേജസ്. നക്ഷത്രങ്ങൾക്ക് തേജസ്. പിന്നെയാണ് മനുഷ്യൻ്റെ കാര്യം. അത് സൂര്യൻ്റെ ഗുണമല്ല, സൂര്യനെ സൃഷ്ടിച്ചവൻ്റെ ഗുണമാണ്. എൻ്റെ ദൈവം എന്ത് സൃഷ്ടിച്ചാലും തേജസ്സിലെ സൃഷ്ടിക്കത്തുള്ളൂ. യെസ്, എൻ്റെ ദൈവം എന്ത് സൃഷ്ടിച്ചാലും തേജസ്സിലെ സൃഷ്ടിക്കൂ. ഓക്കെ, അപ്പോൾ സൂര്യന് തേജസ്സുണ്ട്, ചന്ദ്രന് തേജസ്സുണ്ട്. ദൈവം എന്ത് സൃഷ്ടിച്ചാലും തേജസ്സിലെ സൃഷ്ടിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ്. 2, എന്ത് സൃഷ്ടിച്ചാലും അതെല്ലാം ആ തേജസ് വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നത്. എന്ത് ദൈവം സൃഷ്ടിച്ചാലും അതതിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും, പ്രവൃത്തിയെ പ്രസിദ്ധമാക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1:11, 1:14, 1:15, 1:20, 1:24. ഒന്നുകൂടെ ഉൽപ്പത്തി പുസ്തകം 1:11, 14, 15, 20, 24. 11, 14, 15, 20, 24. ചാപ്റ്റർ 1. അതിലത്തെ 1 വായിച്ചോളൂ. 1:11 വായിച്ചോളൂ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എല്ലാം പാഴും ശൂന്യമായി തൊഹുവാ ബഹുവായി കിടക്കുകയല്ലേ. അതാണ് അതിൻ്റെ ഹെബ്രായ വേർഡ്. അതിൽ നിന്ന് ദൈവം ഒന്നൊന്നായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് അതത് തരം വിത്തുള്ള സസ്യങ്ങൾ, ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. മുളച്ചു വന്നോ? കായ്ക്കുന്ന അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം. അപ്പം വിത്ത് മുളച്ചു വന്നോ, വൃക്ഷം മുളച്ചു വന്നോ? ആദ്യം വിത്ത് മുളച്ചു, പിന്നെ ഇത് വൃക്ഷമായി, പിന്നെ വിത്തിനെ കായ്ക്കുന്ന വൃക്ഷമായി മാറി. ദൈവം പറഞ്ഞു നല്ലത്. ഹല്ലേലൂയ. എങ്ങനെ മഹത്വം ഇല്ലെന്ന് പറയാൻ പറ്റും? ദൈവം എന്തുദ്ദേശിച്ചോ ആ വൃക്ഷം ആ ഫലം കൊടുക്കാൻ തീരുമാനിക്കുമെന്ന് കാണുമ്പോഴാണ് ദൈവം പറഞ്ഞത് നല്ലതെന്ന് കണ്ടു. ഹല്ലേലൂയ, നല്ലതെന്ന് കണ്ടു. 1:11 വായിച്ചേ. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നല്ലത്. വെള്ളം മൂടി കിടക്കുമ്പോൾ വെള്ളത്തോടങ്ങ് മാറാൻ പറഞ്ഞു. ആ ഉണങ്ങിയ ഭൂമിയെ കണ്ടിട്ട് ദൈവം എന്ത് പറഞ്ഞു? ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. അടുത്തത് നല്ലത് എന്ന് ദൈവം കണ്ടു. അത്ര തന്നെ. കാരണം ദൈവം എന്തുദ്ദേശിച്ചു? ആ നിലം കണ്ടപ്പോൾ ദൈവം പറഞ്ഞു നല്ലതെന്ന് കണ്ടു. 12-ാം വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. പിന്നല്ല, ദൈവം എന്തുദ്ദേശിച്ചു? പ്ലാവ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴല്ല ദൈവം നല്ലതെന്ന് പറഞ്ഞ്. ചക്ക കായ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത് നല്ലതെന്ന്. ഹല്ലേലൂയ. അതത് വിത്തുള്ള ഫലങ്ങൾ, ചക്കക്കുരു ഉള്ള ചക്ക, അത് കായ്ച്ചു നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു നല്ലത്. വരുന്നു അടുത്ത അടി. അടുത്തത് 18 വായിച്ചോ, കുഴപ്പമില്ല. ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി, നല്ലത് എന്ന് ദൈവം കണ്ടു. അത് ഏതിനെ നിർത്തിയെ നോക്കി?
17 വായി. ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. അപ്പൊ രാത്രിയിലും പകലും എന്തൊക്കെയാ? വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കാനായി ദൈവം അവയെ 16 പോട്ടെ, 15 പോട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചമായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ. ചന്ദ്രനെയും ദൈവം തേജസ്സോടെ സൃഷ്ടിച്ചത്, ആ തേജസ് എന്ന് പറയുന്നത് എന്ത് ദൈവം ഉദ്ദേശിച്ചു അത് കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം സൂര്യനെ ഉദ്ദേശിച്ചത് ഭൂതങ്ങളെ ശാസിക്കാനല്ല. ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ചത് രോഗികളെ സൗഖ്യമാക്കാനല്ല. രാത്രിയിൽ വെളിച്ചം കൊടുക്കാൻ ചന്ദ്രൻ, പകൽ വെളിച്ചം കൊടുക്കാൻ സൂര്യൻ, രണ്ടിനോടും കൽപ്പിച്ചു. അത് രണ്ടും വലിപ്പമേറിയത് വെളിച്ചവും സൂര്യനുണ്ടായി. എന്നിട്ടെന്തായി? 17 ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. എന്നിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. അല്ല പിന്നെ നല്ലത് ദൈവം കണ്ടു. ദൈവം ഉദ്ദേശിച്ചത് അത് പ്രവർത്തിക്കുന്ന കണ്ടപ്പോഴേ ദൈവം നല്ലതെന്ന് പറഞ്ഞുള്ളൂ. അടുത്തത് 19, 20 പോകും. 20 വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതോ വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, മീനും തിമിംഗലവും സകലതും വെള്ളത്തിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ചരിക്കുന്ന അതേ തരം ജീവജന്തുക്കളെയും അതേ തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പൊ പക്ഷികളെയും സൃഷ്ടിച്ചു, മീനും സൃഷ്ടിച്ചു, തിമിംഗലം സൃഷ്ടിച്ചു. ദൈവം നല്ലതെന്ന് കണ്ടു. ഓക്കെ, എപ്പോഴാ ദൈവം നല്ലതെന്ന് കണ്ടെന്നോ? നീന്താൻ അറിയത്തില്ല സാർ എന്ന് മീൻ പറയുമ്പോൾ ആണോ? അല്ല. മീനിന് എവിടെയെങ്കിലും നീന്തോളജി പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വിമ്മിങ് കോഴ്സോ ക്ലാസ്സോ വല്ലതും ഉണ്ടോ? ഇല്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്വിമ്മിങ് നേച്ചർ അതിന് കൊടുത്തു. എന്നിട്ട് വെള്ളത്തിലിട്ടപ്പോൾ അത് മുങ്ങിച്ചാകാതെ സുഖമായി നീന്തി കളിക്കുമ്പോൾ ദൈവം പറഞ്ഞു നല്ലത്. ദൈവം വേറൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന മീനിൽ നിന്ന് ദൈവം വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനെ ആകെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിച്ചാകാതെ വെള്ളത്തിൽ നീന്തുക. അതതിൻ്റെ മഹത്വം. അത്രേ ദൈവം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇനി പറവകൾ, എനിക്ക് പറക്കാൻ അറിയത്തില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷി ഒരു മരത്തിൻ്റെ മുമ്പിലിരിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? നല്ല ചിറകൊടിഞ്ഞതോ കാലിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചതിൻ്റെ അല്ല ഞാൻ പറയുന്നത്. പറക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയും ഒരു ഭാഗത്ത് ഇരുന്നിട്ടില്ല ഇന്ന് ചരിത്രത്തിൽ. കാരണം എന്താ പറയുക? സൃഷ്ടിച്ചവൻ അതിൻ്റെ പൂർണ്ണ ബലത്തിലും. ജീസസ്. ദൈവം പറവകളെ സൃഷ്ടിച്ചപ്പോൾ ഫ്ലൈറ്റ് നേച്ചർ, പറക്കാനുള്ള ശക്തി കൊടുത്തിട്ടാണ് അതിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പക്ഷികൾ പറക്കുന്നു. അങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു നല്ലത്. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന പറയും, കാറ് കിട്ടുമ്പോൾ ദൈവം പറയും നല്ലത്, ജോലി കിട്ടുമ്പോൾ ദൈവം പറയും നല്ലത്, പെണ്ണിനെ കിട്ടുമ്പോൾ ദൈവം പറയും നല്ലത്. അത്ര ചീപ്പല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം നല്ലതെന്ന് എന്തിനാ പറഞ്ഞു നോക്കണം? എന്തിനു ഉദ്ദേശിച്ചു? ദൈവം ഉദ്ദേശിച്ച് നടന്നപ്പോഴാണ് ദൈവം നല്ലതെന്ന് പറഞ്ഞു. കാരണം എന്തെന്നോ? സൃഷ്ടിച്ചവൻ്റെ കൈപുണ്യം, അവൻ്റെ കൈവിരുത്, അവൻ്റെ കലാവിരുത് ആ പ്രൊഡക്റ്റിലുണ്ടായി. ഹല്ലേലൂയ. സൂര്യൻ ഉദിക്കാതിരുന്നാൽ, ചന്ദ്രൻ ഉദിക്കാതിരുന്നാൽ, നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ സൂര്യനെ കണ്ടു, പക്ഷെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ സൂര്യൻ എവിടെ ഇരിക്കുക? ജീസസ്. ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും സൂര്യൻ അവിടെ ഉണ്ട്. അതിന് തമ്പുരാൻ കൽപ്പിച്ചത്, തമ്പുരാൻ പറയുന്നത് വരെ അത് ഉദിച്ചിരിക്കും.
എനിക്ക് ഉദിക്കാൻ കഴിയത്തില്ല, എനിക്കിന്ന് കുറച്ച് ചൂട് കുറവാണെന്നൊന്നും ഒരു സൂര്യനോ ചന്ദ്രനോ പറയത്തില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതിൻ്റെ കൈവേല അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നക്ഷത്രങ്ങൾ അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സൂര്യനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ചന്ദ്രനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, പക്ഷികൾ പറക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ഒരു മരത്തിൽ ആപ്പിൾ മുഴുവനും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം. ആമേ, സകല ചരാചരങ്ങളെ കാണുമ്പോൾ ആമേ ദൈവത്തിൻ്റെ മഹത്വം. സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. ഓ ജീസസ്. 25, 21 കഴിഞ്ഞു. 25. ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ ദൈവം അതേ തരം കാട്ടുമൃഗങ്ങളെയും അതേ തരം കന്നുകാലികളെയും അതേ തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു. മൃഗങ്ങളെയും കന്നുകാലികളെയും ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി ദൈവം അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചു? അതേ അതിനുള്ളൂ. അതിൽ നിന്ന് വലുതൊന്നും ദൈവം പ്രതീക്ഷിച്ചില്ലല്ലോ. മൃഗങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ അത്രേ ദൈവം, അതല്ലാതെ ആന പറന്നു പോട്ടെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് എന്തുദ്ദേശിച്ചു അത് ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു നല്ലത്. ഒന്ന് പറഞ്ഞേ, നല്ലത്. ഓക്കെ, ഇനിയാണ് മാസ്റ്റർ പീസ് വരാൻ പോവുകയാണ്. ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞ്, പക്ഷിയും കഴിഞ്ഞ്, മീനും കഴിഞ്ഞ്, സൂര്യനും കഴിഞ്ഞ്, ചന്ദ്രനും കഴിഞ്ഞ്, നിലവും കഴിഞ്ഞു, വെള്ളവും മാറി, ഇപ്പം മൃഗങ്ങളും കഴിഞ്ഞ്. ഇനിയിപ്പോൾ വരാനുള്ളത് ഒന്നേ ഉള്ളൂ. അതിനെ അങ്ങനെ ഉണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞില്ല കുഞ്ഞേ. അതിനെ ഇച്ചിരി സമയമെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് അതിനെ കാര്യമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഒരുക്കുകയാണ്. അതാണ് മാസ്റ്റർ പീസ് വരാൻ പോകുക. അടുത്ത വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. പഴയ നിയമം വേണ്ട എന്ന് പറയണ്ട. കാരണം ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് നമ്മുടെ മഹത്വം അറിയത്തുള്ളൂ. ഹല്ലേലൂയ. കേട്ടോ, അത് കളയല്ലേ. ഉൽപ്പത്തിയിലാണ് ആരംഭം. അതെങ്ങനെ കളയുന്നേ? അതുവരെ ഒക്കെ ഉണ്ടാകട്ടെന്ന് പറഞ്ഞു, ഉണ്ടായി നല്ലതെന്ന് ദൈവം കണ്ടു. ഇവിടെ വന്നപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി. അതുവരെ സംസാരിച്ചിട്ടില്ല. ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞതല്ലേ കേട്ടുള്ളൂ. ഇവിടെ പറഞ്ഞു ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യരെ ഉണ്ടാക്കുക. ദൈവം ശബ്ദിക്കുന്നത് മനുഷ്യന് വേണ്ടി വാതുറക്കുകയാണ്. ഓ ജീസസ്, നീ എത്ര വലുതെന്ന് നിനക്കറിയത്തില്ല. ഹല്ലേലൂയ. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വില നിനക്കറിയത്തില്ല. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശവം പോകുമ്പോൾ ചാത്ത് കഴിയുമ്പോൾ അതിലെല്ലാം വില ഒന്നായിരിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അകത്ത് ജീസസ് 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 ജീസസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയറിയത്തില്ല കുഞ്ഞെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയറിയത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് വളരണമെന്നൊരു താല്പര്യം അവനവനുണ്ടാകണം. നാം നമ്മുടെ സ്വരൂപത്തിലും, അതുവരെ ഒന്നിനെയും നമ്മുടെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയില്ല. ആന ഉണ്ടാകട്ടെ, കുതിര ഉണ്ടാകട്ടെ, തിമിംഗലം ഉണ്ടാകട്ടെ, പക്ഷി ഉണ്ടാകട്ടെ, മീനുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടെന്നല്ലാതെ നമ്മുടെ സ്വരൂപത്തിൽ. സങ്കീർത്തനങ്ങൾ 8 ഒന്ന് എടുത്തേ. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി. നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി. ദൈവത്തെക്കാൾ. അപ്പോൾ ഈ മനുഷ്യനെയൊക്കെ ഓർക്കേണ്ടതിന് എന്താ? എന്തുണ്ടായിരുന്നു? പക്ഷെ ഇപ്പോൾ ദൈവം ആകെ സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ അല്പം. ഒന്ന് പറഞ്ഞാൽ അല്പം, ചെറിയൊരു വ്യത്യാസത്തിൽ. ഇല്ലെങ്കിൽ പിന്നെ ആ ചെയർ പോയി തട്ടിയെടുക്കുന്നത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് നന്നായി. അല്പം താഴ്ത്തിയില്ലായിരുന്നെങ്കിൽ, അത് മലയാളികളോടായിരുന്നെങ്കിൽ, അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. കണ്ടോ, ഇംഗ്ലീഷ് വന്നപ്പോൾ ഏഞ്ചൽസ് എന്നാ, അത് എലോഹിമാണ് കേട്ടോ. ക്രൗൺ ഹിം വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ. ഗ്ലോറി എന്ന് പറഞ്ഞ ഗ്ലോറി. എന്ത് ഈ ഗ്ലോറി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാപ്പിളിൽ അതിൻ്റെ സീഡിൽ അതിൻ്റെ മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് മുഴുവനായി അത് കാഴ്ച നിൽക്കുകയാണ്. അപ്പം ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏത് സൃഷ്ടിയും
അവനെ മഹത്വപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചത് പൂർണ്ണമായി. അതുകൊണ്ടല്ലേ യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 19-ാം വാക്യം, വിശന്നിട്ട് അവൻ വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു, ഇലയല്ലാതെ, അങ്ങനെ പറഞ്ഞാൽ അത് അത്തിയുടെ കാലമല്ലായിരുന്നു എന്ന് വേറൊരു സുവിശേഷത്തിൽ എഴുതി. പിന്നെ എന്തിനാ യേശു കർത്താവ് പഴം കായ്ക്കുന്ന സമയമല്ല, പിന്നെ എന്തിനാ അത്തിയിൽ ഫലം നിറഞ്ഞെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കാര്യം, ഈ അത്തി ഫലം കായ്ക്കുന്ന സമയമാകുമ്പോൾ അതിൻ്റെ ഇല പൊഴിയും. അപ്പോൾ ഇല പൊഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീസൺ അല്ലെങ്കിലും കായ ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് അടുത്ത് ചെന്നത്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാതിരിക്കാനാണ് ഞാനത് പറയുന്നത്. ചില സുവിശേഷത്തിൽ അത്തിയുടെ കാലമല്ലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൻ്റെ കാലമല്ല, പക്ഷേ പ്രകൃതം അതിൻ്റെ ലക്ഷണം മുഴുവനും കണ്ടു കഴിഞ്ഞാൽ മുഴുവനും ഫലമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള നിൽപ്പ്. ഓടി അത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ സാധനം ഇല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കേണ്ടതിന് അതില്ലാത്തത് കൊണ്ട് അതിനെ ശപിച്ചു. വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 6. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരി തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കുക, മുന്തിരി തോട്ടത്തിൽ നട്ടിരുന്നൊരു പടുമുളയായിട്ടൊന്നുമല്ല, കാര്യമായിട്ട് നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ ഫലം തിരഞ്ഞു വന്നു. കാരണം നട്ടത് ഒന്നിൽ നിന്ന് ദൈവം ഫലം തരും. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വൃക്ഷത്തിനും ദൈവം ഫലം തരുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോ വൃക്ഷത്തിൽ നിന്നും ദൈവം ഫലം തരുന്നുണ്ട്. അടുത്തേക്കുന്ന വ്യക്തി കൈ കൊടുത്തിട്ട് പറഞ്ഞത് ദൂത് എന്നോടാണെന്ന്. ഒരത്തിയിൽ വരെ ഫലം തരുന്നെങ്കിൽ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും വേറൊന്നിനെയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടില്ല. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാത്ത സൂര്യനിൽ നിന്നും ആകാശത്തിലും അവൻ മഹത്വം അന്വേഷിക്കുന്നെങ്കിൽ അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, എന്തില്ല? കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക. ഇത് യേശു കർത്താവ് ഉപമ പറഞ്ഞതാ. 3 വർഷമായിട്ട് ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 2015 നോക്കിയതാണ്. അന്ന് 31 ഡിസംബറിലുള്ള പറഞ്ഞു 16 കായ്ക്കുമെന്ന്. അവൾ കരഞ്ഞിട്ടാ സാക്ഷ്യം പറഞ്ഞത്. 16 ഞാൻ പ്രതീക്ഷിച്ചു, ഇല്ല. 17 ഇല്ല. 18 എന്തിന്? 3 വർഷം ഇനി കായ്ക്കാത്താണ് ഇനി കായ്ക്കാൻ പോകുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്നല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിന്നാണ് വരുന്നത്. യെസ് യെസ്, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെ സംസാരിക്കും, ദൈവദാസരിലൂടെ സംസാരിക്കും, വെളിപ്പാടിലൂടെ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. 3 വർഷമായി ഞാൻ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. വെട്ടിക്കള. നിങ്ങൾക്ക് ഫലം കഴിക്കും. ഒരു വ്യക്തിയോട് പോലും സുവിശേഷം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് വ്യക്തികൾ ഒലിച്ചുപോയി. പറയാൻ നിങ്ങൾക്ക് ഇവിടെ കണക്കുണ്ട്. പക്ഷേ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ അവൻ സുവിശേഷം കേൾക്കാതെ പോകത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് മാനസാന്തരപ്പെടുകയില്ലയോ? എൻ്റെ കർത്താവ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത്, വളരെ ക്രൂരമായി അവൻ ക്രൂശിക്കപ്പെട്ടു, അതിൽ കൂടുതൽ അവന് ചെയ്യാനില്ല. പക്ഷെ ആ കാര്യം പറയാനുള്ള ചുമതലയാണ് എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്നത്. ആമേൻ. അവൻ മരിക്കുന്നത് പോലെ നീ മരിക്കാൻ പറഞ്ഞില്ല. അവൻ കൈയും കാലുകൾ വിരിച്ചു കൊടുത്ത പോലെ നീ വിരിച്ചു കൊടുക്കാൻ പറഞ്ഞില്ല. അവൻ്റെ താടിരോമം പിഴുതെറിഞ്ഞപ്പോഴും അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും 39 പ്രാവശ്യം ആ ചമ്മട്ടി കൊണ്ട് അടിച്ചതൊന്നും നീ ഏൽക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ അവൻ ഏറ്റത് അവനോട് പറ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ബിസിനസ് ഒന്നും വർദ്ധിക്കത്തില്ല, ചെറുക്കം പാസ്സാകത്തുമില്ല. അതിനല്ല പരിശുദ്ധാത്മാവ്. നമ്മൾ എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്?
അതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആകാശവിധാനങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നമ്മൾ മഹത്വം കൊടുത്തു. നമ്മളെങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? നമ്മളെങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? ഗ്ലോറിഫൈ തൈ നെയിം. നമ്മൾ വർഷിപ്പിലാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ശ്രദ്ധിച്ചാ? തെറ്റുപറ്റിയതായും പറയുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കയ്യടിയിലും സ്തോത്രകാഴ്ചയിലൊക്കെയാണ്. യേശു കർത്താവ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഞാൻ കൊണ്ടുപോകാലോ നിങ്ങളെ അങ്ങോട്ട്. യേശു കർത്താവ് അല്ലാണല്ലോ നമുക്ക് റോൾ മോഡൽ. എൻ്റെ കർത്താവ് എന്താ ചെയ്തത്? യോഹന്നാൻ 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു നിന്നാൽ, പിതാവേ, നാഴിക സമയം വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. പുത്രൻ ദൈവത്തെ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് കുഞ്ഞാടായിട്ടാണ് സുവിശേഷങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്, സിംഹമായിട്ടല്ല. പക്ഷെ ആ കുഞ്ഞാടിൻ്റെ പൂർണ്ണ രൂപം വെളിപ്പെടുന്നത് ക്രൂശിലാണ്. അതുവരെ യോഹന്നാൻ പറഞ്ഞു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പക്ഷെ കുഞ്ഞാടിൻ്റെ വില എപ്പോഴാണ് അറിയുന്നത്? അതിനെ അറക്കുമ്പോൾ. മറ്റുള്ളവരുടെ പാപം അതിൽ ചുമത്തി മഹാപുരോഹിതൻ പാപപരിഹാര ദിവസം അതിനെ അറക്കുന്ന സമയത്താണ് ഇതിൻ്റെ പൂർണ്ണത വരുന്നത്. അതുവരെ പാപം ചുമന്നു കൊണ്ടുപോവുകയാണ്. അപ്പം ചുമക്കാൻ പോകുന്ന കുഞ്ഞാടെന്നാണ് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്തൊന്നും യേശുവിൽ പാപമില്ലായിരുന്നല്ലോ. ഗതസമനയിൽ വെച്ചിട്ടാണ് ഈ പാപം ചുമന്നത്. ഗതസമനയിൽ വെച്ചിട്ടാണ് യേശു കർത്താവിൽ പാപം ചുമത്തപ്പെടുന്നത്. അതുവരെ യേശുവിൽ പാപമില്ല. അപ്പം അതുവരെ യോഹന്നാൻ പറഞ്ഞു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, അല്ലെങ്കിൽ പാപം ചുമക്കാൻ പോകുന്ന കുഞ്ഞാട്. അല്ല, പാപമില്ലായിരുന്നു യേശുവിൽ. ഗതസമനയിൽ വെച്ച് പറ്റുമെങ്കിൽ ഇതിനൊന്ന് മാറ്റണം. പക്ഷെ എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. അതാണ് ഗ്ലോറിഫിക്കേഷൻ്റെ സമയമായി. ഗ്ലോറിഫൈ ചെയ്യാൻ പോയാ എങ്ങനെ? ത്രൂ ഒബീഡിയൻസ്, അനുസരണത്തോടെ. ഹല്ലേലൂയ. അതല്ലേ ലേഖനത്തിൽ പറഞ്ഞത്? ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാമായിരുന്നിട്ടും അത് പിടിക്കാതെ ദാസരൂപമെടുത്ത് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതാണ് ഒബീഡിയൻസ്. അപ്പോൾ പുത്രൻ മഹത്വപ്പെടുത്തിയത് പിതാവിൻ്റെ ഹിതം നിവർത്തീകരിച്ചിട്ട്. നിങ്ങളെന്തിനാ ഭൂമിയിൽ വന്നത്? പിതാവിൻ്റെ ഹിതം ചെയ്യാൻ. ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം നമ്മളെ ഇങ്ങോട്ട് ചമച്ചത്? നമ്മുടെ മലയാളം പാട്ടുകളെല്ലാം നോക്കിക്കോണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ദൈവം കരുതിയതിൻ്റെ പാട്ടുകളല്ലേ ഉള്ളൂ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾക്കൊക്കെ എല്ലാം ധാന്യവും വെള്ളമൊക്കെ കൊടുക്കുന്നെന്ന്. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം തന്നെയായിരുന്നു ഇത്. വേറെ ഒരു ലക്ഷ്യവുമില്ല. ദർശനം അതോടെ കൂടെ തീർന്നു. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഒരു ദൈവം അവിടെ ഇരിക്കുന്നു. എനിക്ക് സമയത്തിന് ആഹാരം തന്നാൽ കൊള്ളാം, ആരോഗ്യം തന്നാൽ കൊള്ളാം, സംരക്ഷിച്ചാൽ കൊള്ളാം, വെള്ളപ്പൊക്കത്ത് കാത്ത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. നമ്മളെ പരിപാലിക്കാനും നമുക്ക് സംരക്ഷിക്കാനും ഒരു ദൈവം അങ്ങനെ ഇരിക്കുക. പക്ഷെ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ നിന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. ഇനി നീ നിൻ്റേതല്ല, ഇനി നീ അവൻ്റേതാണ്. യെസ്. യോഹന്നാൻ 17 ബാക്കി വായിച്ചോ. നീ അവന് നൽകിയിട്ടുള്ളത് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. കേട്ടോ, 17:1 ഇത് ഗ്ലോറി എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക എന്ന് മാത്രമല്ല, പൂർണ്ണ ഒബീഡിയൻസ്. എഫെസ്യർ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹലോ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ മേനോനിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അങ്ങനെയാണോ? പിന്നെ ആരില്ല? നമ്മിൽ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു എന്നിലാന്ന്. നിങ്ങൾ ആര്?
നീ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ശക്തി നിന്നിലുണ്ടെന്ന്. 2 കൊരിന്ത്യർ 4 ഇതവിടെ ഇരിക്കട്ടെ, ഇത് മറക്കല്ലേ. നിങ്ങൾ ആറ്റം ബോംബ് അകത്തിരിക്കുകയാണേ. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഓക്കെ, അകമയുള്ളവൻ ഇതെപ്പോഴും പറയാറുള്ള. ഇനി 4:6 പോയേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുയേശുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ജ്ഞാനം പ്രകാശിച്ചിരിക്കുന്നു. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും give the light of the knowledge of the glory. ഈ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം, അതായത് കേൾക്കുന്നു. അല്ല, മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിൽ അത്രയും ക്ലിയർ അല്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുയേശുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗ്ലോറി, നോളജ് ഓഫ് ദ ഗ്ലോറി. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കേണ്ടതിൻ്റെ അറിവ്. ആകാശവിധാനങ്ങളിൽ യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത് കൊണ്ട് അതുവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ മാത്രമേ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ളൂ. മനുഷ്യനോട് മാത്രമേ അങ്ങ് പൊക്കോ എന്നല്ല പറഞ്ഞത്, ഇതുവരെ സൃഷ്ടിച്ച സകലത്തിൻ്റെ മേൽ അധികാരമെടുത്തുകൊള്ളുക. മറ്റവരോടൊക്കെ പറഞ്ഞു ജീവിച്ചോ, നീന്തിക്കോ, പറന്നോ. പക്ഷെ മനുഷ്യനോട് മാത്രം സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതുവരെ പറക്കാനും നീന്താനൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുഴുവനും താക്കോൽ ഇതിൻ്റെ കയ്യിലാണ്, അതിന് സകലത്തിലും നീ വാഴുക. അത് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം മനുഷ്യനെ മാത്രമേ തൻ്റെ പ്രകൃതവും തൻ്റെ ജ്ഞാനവും തൻ്റെ അറിവും തൻ്റെ ലക്ഷണവും തൻ്റെ സ്വഭാവവും മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നിനെ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ മാത്രമേ ആത്മാവായി സൃഷ്ടിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും, ഒരു ചരാചരത്തിനും ആത്മാവില്ല. ആന ചത്താ ചത്ത്, പട്ടി ചത്താ ചത്ത്, പശു ചത്താ ചത്ത്. ആ പശുവിൻ്റെ പേരിൽ ഒരു അടിയന്തരം ഇവിടെ ഇല്ലല്ലോ അമ്മേ. പക്ഷെ മനുഷ്യൻ മരിച്ചാലും ആത്മാവിനെ വിടത്തില്ല. കാരണം ആത്മാവുണ്ടെന്ന് മുസ്ലിമും വിശ്വസിക്കുന്നു, ഹിന്ദു വിശ്വസിക്കുന്നു, ജൈനും വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നു. കാരണം ആത്മാവാണ് മനുഷ്യൻ. മനുഷ്യൻ ആത്മാവാണ്. അടുത്ത വാക്യം 7. എങ്കിലും ഈ അത്യന്ത ശക്തി, ട്രഷർ, എങ്കിലും ഈ നിധി, ഒന്ന് പറഞ്ഞ നിധി. ഈ നിധി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഈ അത്യന്ത ശക്തി, അത് പോട്ടെ, ഈ പവർ, ഓക്കെ, അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഈ മൺപാത്രങ്ങളിലാകുന്നു. ഈ നിക്ഷേപം ചുമ്മാതല്ല 3 വർഷം ഫലം തെരഞ്ഞത്. നിക്ഷേപം നിന്റെ മൺപാത്രത്തിൽ നിക്ഷേപിച്ചിരിക്കുക. നിക്ഷേപം. അതുകൊണ്ടാ പറഞ്ഞത് വസ്തുവകയിലൊന്നും അല്ല കാര്യം, അതിലൊന്നും ആശ വെക്കണ്ട. നിന്റെ സക്സസ് എന്ന് പറയുന്നത് നീ താമസിക്കുന്ന വീടിൻ്റെ വലിപ്പത്തിലല്ല, നിന്റെ അകത്തുള്ള നിക്ഷേപം. നിന്റെ അകത്തുള്ള നിക്ഷേപം, നിന്റെ അകത്തുള്ള നിക്ഷേപം, നിന്റെ അകത്തുള്ള നിക്ഷേപം. ഇവിടെ എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടാൽ
നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നിമിത്തവും ഇതോ നിമിത്തവും എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടാൽ, വീടോ ധനങ്ങളുമോ സ്ഥലമോ എന്ന് യേശു കർത്താവ് പറഞ്ഞു, അങ്ങനെ വല്ലതും നഷ്ടപ്പെട്ടാൽ നിനക്കത് 100 മടങ്ങോടെ തിരിച്ചു വരും. നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരും, നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരും. അതുകൊണ്ട് വീട് മുങ്ങത്തില്ലെന്നല്ല, അഥവാ മുങ്ങിയാൽ അതിൻ്റെ അർത്ഥം തീർന്നെന്നല്ല. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. നിന്റെ അകത്തൊരു നിക്ഷേപമുണ്ട്, നിന്റെ അകത്തൊരു നിക്ഷേപമുണ്ട്, നിന്റെ അകത്തൊരു നിക്ഷേപമുണ്ട്. യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. യെസ്. പാലും തേനും ഒഴുക്കുന്ന ദേശം, കനാൻ ദേശം എന്ന് പറഞ്ഞിട്ട് അബ്രഹാം ചെന്നപ്പോൾ അവിടെ ക്ഷാമമുണ്ടായി. അതെന്ത് ക്ഷാമമുണ്ടായി? ഈ മൺപാത്രങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദൈവം നിക്ഷേപിച്ചിട്ട് ഇപ്പം ദൈവം എന്താ ചിന്തിക്കുന്നത്? എന്തിനാ? തിരിച്ചെടുക്കാനും പറ്റത്തില്ല. ഒരിക്കൽ മനുഷ്യനെ ഉണ്ടാക്കിയതിന് ഞാൻ എന്തിനാ തലയ്ക്ക് കൈവച്ചു ദൈവം. ഒരിക്കൽ അങ്ങനെ ഒരു പ്രളയം വന്ന്, ഇപ്പം ചിലപ്പോൾ ഈ നിക്ഷേപമൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രളയമാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ നിക്ഷേപം എവിടെയാ? എന്താ വായിച്ച്? ഏതാ ഈ മൺപാത്രം? വീട്ടിലെ ചട്ടിയല്ല, പൊടി കൊണ്ടുണ്ടാക്കിയ നിങ്ങളുടെ മനോഹരമായ ശരീരം. ആ ശരീരത്തിൽ ഈ നിക്ഷേപം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നിക്ഷേപം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നോക്കട്ടെ. സഭാപ്രസംഗി 9:11 എടുത്തേ. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും, കാരണം നിൻ്റെ അകത്ത് നിക്ഷേപമല്ലേ, ശ്രദ്ധിച്ചോളണം, ഇത് രണ്ടും കൂടെ കണക്ഷനാണ്. നിൻ്റെ അകത്തുള്ള നിക്ഷേപം കൊണ്ട് ചെയ്യുവാൻ നിനക്ക് സംഗതി വരുമ്പോൾ, വാട്ട്സോഎവർ യുവർ ഹാൻഡ് ഫൈൻഡ്സ് ടു ഡു ഇറ്റ് വിത്ത് യുവർ മൈറ്റ്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. പ്രത്യേകിച്ച് സുവിശേഷ വേല. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലെന്ന്. ഇവിടെ സഭ ഈ പഴയ നിയമത്തിൽ പാതാളം എന്ന് പറഞ്ഞ് നരകം തന്നെയാണ്, പേടിക്കണ്ട. പക്ഷേ പാതാളം എന്ന് പഴയ നിയമത്തിൽ ഷോള ഹെയ്ഡ്സ് 2 വേർഡാണ് പാതാളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പാതാളം എന്ന് തെറ്റാണ്, പാതാളത്തിന് അബ്യസ്. അതുകൊണ്ട് ഭൂതങ്ങൾ ഞങ്ങളെ പാതാളത്തിലേക്ക് ആക്കരുത്. അബ്യസ് അല്ലെങ്കിൽ ആ പാതാളത്തിൽ ഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ, നരകത്തിലാണ് മനുഷ്യൻ. അപ്പോൾ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക, പഴയ നിയമത്തിൽ നരകം എന്ന് പറഞ്ഞാൽ മരിച്ചവർ പോകുന്ന സ്ഥലം എന്നാണ്. എന്താ? ഓക്കെ, അല്ലാതെ പാപികൾ പോകുന്ന സ്ഥലം എന്നല്ല, മരിച്ചവർ പോകുന്ന സ്ഥലം. അതുകൊണ്ട് അബ്രഹാം മരിച്ചപ്പോഴും നരകത്ത് പോയി, ധനവാൻ മരിച്ചപ്പോഴും നരകത്ത് പോയി, ലാസർ മരിച്ചപ്പോൾ നരകത്ത് പോയി. പക്ഷെ ധനവാനും ലാസറും ചെന്നപ്പോൾ 2 തട്ടിലായിരുന്നു മാത്രം. ഒരു തട്ടിലുള്ളവന് വേറൊരു തട്ടിലെ കാണാം, അവനുള്ളവന് ഇവനെ കാണാം. അങ്ങനെ 2 ലെയർ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ പേര് അബ്രഹാമിൻ്റെ മടി, വേറൊന്നിൻ്റെ പേര് യാതനാസ്ഥലം. അപ്പോൾ മനസ്സിലായോ? 2ൻ്റെ പേര് ഷോള, നരകം. പക്ഷേ ഒരേ സ്ഥലത്തിൻ്റെ 2 വേർഷനാണ്, 2 പാർട്ടാണ്. ഒന്ന് നല്ലതും വേറൊന്ന് നരകവും, യാതനയും. യേശു കർത്താവ് മരിക്കുന്നത് വരെ ഇങ്ങനെയായിരുന്നു സ്ഥിതി. യേശു കർത്താവ് മരിച്ചപ്പോൾ നേരെ താഴെ ഇറങ്ങി. ഈ അബ്രഹാമിൻ്റെ മടിയിൽ ബന്ധിക്കപ്പെട്ട വിശുദ്ധന്മാരെ അഴിച്ചു വിട്ടിട്ട് അവരെ സ്വർഗത്തിലേക്ക് വിട്ടു. എന്നിട്ട് ആ സ്ഥലം കാലിയാണ്. ഇപ്പം മരിച്ചാൽ പൗലോസ് പറഞ്ഞു, ഞാൻ മരിച്ച് യേശു കർത്താവിനോട് കൂടെ ആയിരിക്കാൻ. യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, അതിൻ്റെ കാര്യം ഉറപ്പാ. ഇനി നീ മരിച്ചാൽ താഴേക്ക് പോകത്തില്ല, അവൻ്റെ അടുക്കിലേക്ക് പോകും. അതാ പുതിയ നിയമം, അതാ പുതിയ നിയമം. ക്ലാസ് എന്താ ക്ലാസ്? കേക്ക് 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 കേക്ക്. സ്വപ്നത്തിനുള്ളിൽ കാണുന്ന പോലെ നീ പിതാവിൻ്റെ അടുക്കൽ യേശു കർത്താവിനെ മുഖാമുഖം കാണുകയാണ് ആ നിമിഷം. ഹല്ലേലൂയ. യേശു കർത്താവ് ഇല്ലാതെ ആരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഇവിടെ പവർ ക്യാമ്പിന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല.
350 നീ 15,000 തന്നാലും 15 കോടി തന്നാലും രക്ഷ സൗജന്യമാണ്. ഒരൊറ്റ കാര്യം ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെടും, രക്ഷപ്പെടും, രക്ഷിക്കപ്പെടും, രക്ഷപ്പെടും, രക്ഷിക്കപ്പെടും. അല്ലാതെ ക്യാമ്പിൽ വന്നതുകൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. ഞാൻ തുറന്നു പറയാം. അതിനെനിക്കിപ്പോൾ നിങ്ങൾ ഒരു ചർച്ച കെട്ടി തന്നാലും രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താല, കൃപയാൽ വിശ്വാസത്താൽ. അപ്പോൾ സഭാപ്രസംഗി പറയുകയാണ്, ഈ നിക്ഷേപം മൺകൂടാരത്തിൽ എടുക്കുന്നുണ്ട്, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്തോ, നീ ചെല്ലുന്ന സ്വർഗത്തിലോ നിനക്ക് അവിടെ പ്രവൃത്തിയില്ലെന്ന്. അതിൻ്റെ അർത്ഥം എന്നാ? ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശക്തിയോടെ ചെയ്തോ, അവിടെ നിനക്ക് പണിയില്ല, അവിടെ നിനക്ക് പണിയില്ല. ഈ മൺപാത്രങ്ങളിൽ നിക്ഷേപിച്ചത് ഇവിടെ ഈ മണ്ണിൽ ഇവിടെ തീർക്കാനുള്ളതാ. അവൻ നീ പോകുന്ന സ്ഥലത്ത് തീർക്കാനുള്ളതല്ല. നിന്റെ മൺപാത്രത്തിൽ നിക്ഷേപങ്ങളെ പകർന്നത് ഈ മണ്ണിൽ തീർക്കാനാ. അതിനായി ക്യാമ്പിൽ നീ വന്നത്, അതിനാണ് നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്നത്, അതിനാണ് ശുശ്രൂഷ പ്രാപിക്കുന്നത്. ഈ മണ്ണിൽ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ അവരെ രക്ഷിക്കുവാൻ നിന്റെ മൺകൂടാരത്തിൻ്റെ അകത്ത് ഒരു നിക്ഷേപം, ഒരു നിക്ഷേപം നിധി വെച്ചിരിക്കുക. തമ്പുരാൻ കാത്തിരിക്കുന്നത് ഈ നിധി നീ ഉപയോഗിക്കുന്നത് കാണുവാനാ. സോ പ്രഷ്യസ്. നീ നിനക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന നിന്റെ ശക്തി, ആമേൻ, ദൈവത്തിന്റെ എല്ലാ നിറവ്, ആമേൻ, അത് ശക്തിയോടെ ചെയ്യ്. നീ പോകുന്ന പാതാളത്തിൽ, നീ പോകുന്ന സ്വർഗത്തിൽ, നീ പോകുന്ന നരകത്തിൽ ഇതൊന്നും പ്രയോജനപ്പെടത്തില്ല. അത് വെറുതെ വേസ്റ്റായി ഗ്രേവി യാർഡിൽ, ശ്മശാനത്തിൽ അതേക്ക് പോകും. അതുകൊണ്ട് നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിക്ഷേപം, ദൈവത്തെ ഓർത്ത് വെള്ളത്തെ കളയല്ലേ, ദൈവത്തെ ഓർത്ത് മണ്ണിൽ കളയല്ലേ, ദൈവത്തെ ഓർത്ത് ശ്മശാനത്തെ കളയല്ലേ. ഇറങ്ങി എന്നിൽ വാ. അപ്പൊ പ്രാപിച്ചവർക്കും കൊള്ളാം, പ്രാപിക്കാത്തവർക്കും പ്രാർത്ഥിക്കാം. എന്നിൽ ഇറങ്ങി വാ. ഇന്ന് അതുപോലൊരാത്മപ്രവാഹം നിന്നിൽ, അതുപോലൊരാത്മപ്രവാഹം ആത്മനദിയായി ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്ന് വാ. പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ 120 പേർ ഇരുന്നു. ഇതിൻ്റെ കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ കെട്ടിയ ആലയം 120 പുരോഹിതന്മാരാണ് ആലയത്തിലുണ്ടായിരുന്നത്. ആ ആലയത്തെ തകർത്ത് ശത്രു. പിന്നെ എസ്രയുടെ കാലത്തും തിരിച്ചു കെട്ടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു. പിന്നെ ഹേരോദാവിൻ്റെ കാലത്ത് കെട്ടിയ ആലയത്തിലാണ് യേശു കർത്താവ് ചമ്മട്ടി എടുത്തത്. അങ്ങോട്ടൊന്നും ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല. പക്ഷേ മൊറിയ മലയിലാണ്, അതിൻ്റെ സൈഡിലാണ് ഈ ദേവാലയം വന്നത് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് പെന്തക്കോസ്ത് നാളിൽ ആ മാളികമുറി എന്ന് പറയുന്നതും ആ ദേവാലയത്തിൻ്റെ അടുത്താണ്. ആ 120 പുരോഹിതന്മാർ അവൻ നല്ലവനല്ലോ എന്ന് മുള്ളുന്നവർ ഏകസ്വരത്തിൽ പാടിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലേക്ക് വന്നു. അതിനുശേഷം ഏകദേശം 3000 വർഷങ്ങൾ പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ അന്ന് ആലയത്തിലാണ് തേജസ് വന്നതെങ്കിൽ ഇന്ന് വ്യക്തിയുടെ അകത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ശലോമോന്റെ ആലയമാണ് നിറഞ്ഞത്. പക്ഷേ യേശു കർത്താവ് വന്നതുകൊണ്ട് മനുഷ്യന്റെ ശരീരമാകുന്ന ആലയത്തിൽ ആ നിറവ് വരുവാനിടയായി. പഴയ നിയമ ഭക്തന്മാർക്ക് ഇത് കാണുവാനേ കഴിഞ്ഞുള്ളൂ, നമുക്കത് അനുഭവിക്കാനിടയായി. അതുകൊണ്ട് നിന്നിലൊരു നിക്ഷേപമുണ്ട്, നിനക്കത് വേസ്റ്റ് ചെയ്ത് കളയാൻ കഴിയത്തില്ല. ഈ നിക്ഷേപത്തിൻ്റെ പാത്രം സംസാരിക്കും, ഈ നിക്ഷേപത്തിൻ്റെ പാത്രം ചലിക്കും, ഈ നിക്ഷേപത്തിൻ്റെ പാത്രം അനങ്ങും. ഈ നിക്ഷേപത്തിൻ്റെ പാത്രം സംസാരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലുമാണ്. എല്ലാ മരങ്ങളും, എല്ലാ പക്ഷികളും, എല്ലാ മീനും, എല്ലാം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നെങ്കിൽ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ഉദ്ദേശം
കൊടുത്ത് ദൈവം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുക. അങ്ങനെ നീ പ്രവർത്തിക്കുമ്പോൾ ദൈവം പറയും നല്ലത് നല്ലത് നല്ലത്. അങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. യെസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ തേജസ്സുമുണ്ട്. മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായി. നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. ഞാനൊരു വാക്കുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ മെസ്സേജ് ശ്രദ്ധിച്ച സകലരുടെയും ജീവിതത്തിൽ ഈ സാന്നിധ്യവും ഈ മഹത്വം ഇപ്പോൾ വെളിപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പവർ ക്യാമ്പിൽ ആ ഹാളിൽ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന അതേ സാന്നിധ്യം ഇപ്പോൾ അവരായിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ടാൻജിബിൾ പ്രസൻസ്, തൊട്ടനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രസൻസ് അവർ അനുഭവിപ്പാനിടയാകട്ടെ. അവിടെ പ്രയാസങ്ങളിൽ ആ പ്രയാസങ്ങളുടെ മലകളെ ഉരുക്കുവാൻ ഈ പ്രസൻസിന് കഴിയും. അവിടെ നിരാശകളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ പ്രസൻസിന് കഴിയും. അവിടെ രോഗത്തിൻ്റെ ആത്മാക്കളെ നിർവീര്യമാക്കി കളയുവാൻ ഈ പ്രസൻസിന് കഴിയും. സന്തോഷവും സമാധാനവും ദൈവകൃപയും ധാരാളമായി ഇവരിൽ വർദ്ധിപ്പാൻ ഈ പ്രസൻസ് സഹായമാകട്ടെ. സഹായത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സ്വയം പിതാവേ, ആമേൻ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.